ഞാൻ 10 വർഷം മുന്നേ ആനിമെ കണ്ടു തുടങ്ങിയ സമയത്ത്, ആ സമയത്ത് ഇത്രയും വലിയ ഫാൻ ബേസോ, ഇത്രയും വലിയ ആനിമെ കാണുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് പേരെ കണ്ടു. പിന്നെ ആനിമെ കാണാനുള്ള ഒരു സെറ്റപ്പും ഉണ്ടായിരുന്നില്ല. ആകെ കിസ് ആനിമെ, ഗോഗോ ആനിമെ, ആനിമെ ഹെവൻ അങ്ങനെ കുറച്ച് ഇല്ലീഗലായ സൈറ്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോഴൊക്കെയാണ് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആനിമേനൊക്കെ ഏറ്റെടുത്ത് ഇപ്പോ ഭയങ്കര റേഞ്ച് ആയിരിക്കാണ്. ഭയങ്കര ലെവലായിരിക്കും. എത്ര ആൾക്കാര് ഇപ്പൊ ആനിമെ കാണുന്നത്. അത് ഭയങ്കര അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരുടെ ചിന്താഗതി, എല്ലാവരുടെയും കൾച്ചറൊക്കെ മാറി അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഏറ്റവും വലിയ നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആനിമെ മൂവി അത് ഐമാക്സിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുമ്പോൾ ഏത് സിനിമ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഡീമൺ സ്ലെയർ, കിമെറ്റ്സു നോ യായിബ, ഇൻഫിനിറ്റി കാസൽ. അത് ഗംഭീര സിനിമയായിരുന്നു. സൂപ്പർ സിനിമ. ഇത്രയും കാലം കാത്തിരുന്ന് ഏതായാലും വെറുതെ ആയില്ല. ഞാൻ ഐമാക്സിലാണ് കണ്ടത്. അതോടെ ഡബിൾ ട്രിപ്പിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ പറയുവാണെങ്കിൽ ഐമാക്സ് അല്ലെങ്കിൽ PXL തന്നെ കാണാൻ നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്റർ തന്നെ പോയി കാണുക. ബിക്കോസ് ഇതിലെ മറ്റേ ഇൻഫിനിറ്റി കാസൽ അത് അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി അമ്മാതിരി റേഞ്ചിലാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ ഇതിന്റെ സൗണ്ട് മിക്സിങ്, ഇതിന്റെ സ്കോറിങ് എല്ലാം കംപ്ലീറ്റ്ലി ആനിമെ ഫാൻസ് ആണെങ്കിലും ഇപ്പൊ ആനിമേഷൻ പടം കാണുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് തന്നെ ഞാൻ വാക്ക് തരികയാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ആക്ഷൻ, ഫുൾ ഓൺ ആക്ഷൻ മോഡ്. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ദോമ എന്ന ഒരു വില്ലനായിട്ടുള്ള ഒരു ഡീമൺ ആയിട്ടൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് ഭയങ്കര കാട്ടാക്കി ഗ്രിപ്പിംഗ് ആയിരുന്നു. പിന്നെ ആ ഒരു വില്ലൻ ക്യാരക്ടർ, ആ ഒരു ഡീമൺ ക്യാരക്ടർ സെക്കൻഡ് ലെവൽ റാങ്ക് ആണെന്ന് തോന്നുന്നു. അപ്പൊ സെക്കൻഡ് ലെവൽ റാങ്ക് ഉള്ള ഡീമൺ ക്യാരക്ടറിനെ അടിപൊളിയായിട്ടാണ് ആ ഒരു പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത സിനിമകളിലാണെങ്കിലും കാണാൻ കാട്ടൊക്കെയാണ്, വെയിറ്റിംഗ് ആണ്. പിന്നെ ജെനിറ്റ്സുടെ ആക്ഷൻ സീക്വൻസ് ആണ്. അത് വളരെ ഷോർട്ട് ആണെങ്കിലും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. പിന്നെ താഞ്ചിറോ, ഗിയോ, അക്കാസയുടെ ഒരു കീടിലൻ ആക്ഷൻ സീക്വൻസ്. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ആക്ഷനാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇതിലൊരു ഇമോഷണൽ ബാക്ക് സ്റ്റോറി ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് സത്യം പറയാണല്ലോ, എനിക്ക് ചെറുതായിട്ട് കുറച്ച് ലോങ് ആണ്, കുറച്ച് ഓവർ സ്ട്രെസ്ഡ് ആണെന്ന് ചെറിയൊരു ഫീൽ വന്നായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഈ സിനിമയുടെ അങ്ങനത്തെ ഒരു ഫീൽ പോലും വരില്ല. ഈ സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കും. ആ അത് വളരെ ഹാർട്ട് ടച്ചിങ്, വളരെ ഹാർട്ട് ഫെൽറ്റ്, വളരെ ഇമോഷണൽ ആയിട്ടാണ് ആ ഒരു ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സിനിമ കണ്ട് നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ ആയിരിക്കും. അത്രയും ഭംഗിയായിട്ടാണ് ആ ക്യാരക്ടറിനെ അത് പോർട്രേ ചെയ്ത് വളരെ ആഴത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ സിനിമയുടെ ആനിമേഷൻ ക്വാളിറ്റി, അത് ഇതിന്റെ ഇമോഷണൽ രംഗങ്ങളായിട്ട് എലിവേഷൻ സീക്വൻസസ്, ആക്ഷൻ സീക്വൻസസ് അതെല്ലാം ഭയങ്കര വേറെ ലെവലാക്കുന്നുണ്ട്. ഒരു കളർഫുൾ അനിമേഷൻ പടം എന്ന് വേണമെങ്കിലും പറയാം. ഒരു കളർഫുൾ ആനിമേ പടം എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ വേർത്ത് ദ ഹൈപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർത്ത് ദ ഹൈപ്പ് പക്കയാണ്. 2.5 മണിക്കൂർ വിഷ്വലി ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ആനിമേ സിനിമ നമുക്ക് സമ്മാനിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആനിമേ ഫാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡീമൺ സ്ലെയർ ഫാൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി പോയി കാണും. ഒട്ടും ഡിസപ്പോയിന്റഡ് ആവില്ല. പിന്നെ ഈ ഹൈപ്പ് കണ്ടിട്ട് ഇതൊന്നും കാണാത്തവർ പോയി തല വെക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ തല വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡീമൺ സ്ലെയർ ഇത് നെറ്റ്ഫ്ലിക്സിലും ക്രഞ്ചി റോളിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ കാണുക. കണ്ടിട്ട് ആ വേൾഡിലോട്ട് കയറിയതിനു ശേഷം ഈ സിനിമ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ത്രില്ലോ എക്സൈറ്റ്മെന്റോ ഫീൽ ചെയ്യും ചുമ്മാ ഇന്ന് കാണാന്നല്ലാണ്ട്. സോ എല്ലാവരും പോയി കാണുക. മസ്റ്റ് വാച്ച്.